ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീടുകൾ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് പുക്കാട്ടുപടി റൂട്ടിലുള്ള ബാവപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. മെയിൻ റോഡിൽ നിന്നും, അതായത് ബസ് റൂട്ടിൽ നിന്നും 700 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ദൂരം വരുന്നത്. ഇവിടെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് 2 വീടുകളാണ്. ഒരേപോലെ ഇരിക്കുന്ന, ഒരേ പ്രൈസ് റേഞ്ചിലും ഒരേ ലാൻഡ് അളവിലുമുള്ള 2 വീടുകളാണെന്ന് പരിചയപ്പെടുത്തുന്നത്. ടോട്ടൽ നമുക്ക് ഇവിടെ 10-12ഓളം വില്ലകൾ വരുന്ന പ്രൊജക്റ്റ് ആണ്. അതിനകത്ത് 10ഓളം വില്ലകൾ നമുക്ക് സെയിൽ ആയിട്ടുണ്ട്. ബാക്കിയുള്ള 2 വില്ലകളാണ് നമുക്കിന്ന് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന 2 വീടുകളാണ് നമുക്കിത് സെയിലിനായിട്ടുള്ളത്. രണ്ടും ഒരേ ലാൻഡ് അളവിലും പ്രൈസിലും സ്ക്വയർ ഫീറ്റിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമുക്കിത് ഒരു വീട് പരിചയപ്പെടാം. ഈ കാണുന്ന വില്ലകളുടെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് ഇതുപോലെ ഇന്റർലോക്കിംഗ് ടൈലൊക്കെയാണ് തിരിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാ വീടുകളിലും ആളുകൾ താമസമായി നമുക്ക് ഈ 2 വീടുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ടും ഒക്കെയുള്ള റോഡാണ്. അത്യാവശ്യം നല്ല വീതിയുള്ള റോഡും കൂടിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇന്റർലോക്കിംഗ് ടൈല് കംപ്ലീറ്റ് വിരിച്ചിരിക്കുകയാണ്. വീടിന്റെ മതിലിൽ നിന്നൊക്കെ തന്നെ നമുക്ക് തുടങ്ങാം. മതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. GS സ്ക്വയർ ട്യൂബ് പോലുള്ള കുറച്ച് ചെറിയ വർക്കുകളൊക്കെ വരുന്നുണ്ട്. മെയിൻ 2 പില്ലറുകളിലും ടെക്സ്റ്റൈൽ വർക്ക് ചെയ്തിട്ട് അവിടെ 2 ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ലേസർ കട്ട് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഡിസൈൻ ആണ് വരുന്നത്. ഗേറ്റിന് കംപ്ലീറ്റ് ആയിട്ട് ഒരു സൈഡ് നമുക്ക് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലവേഷൻ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ വോളുകളും തന്നെ ടെക്സ്റ്റൈൽ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഒരു യെല്ലോ കളറിൽ വരുന്ന മെയിൻ ആയിട്ട് ആ ഒരു എല്ലാ വോളുകളും തന്നെ വരുന്നത് യെല്ലോ കളർ പെയിന്റിലാണ്. അതിനിടയ്ക്ക് വൈറ്റ് കളറിലുള്ള ക്രോസ് ലൈൻസ് വന്നിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് ബ്രിക്ക് മോഡലിലുള്ള കുറച്ച് ക്ലാഡിംഗ് സ്റ്റോൺസ് വന്നിട്ടുണ്ട്. ടെക്സ്റ്റൈൽ വർക്കുകൾ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സിമ്പിൾ ആയിട്ടും അതേപോലെ തന്നെ വളരെ ഭംഗിയായിട്ടും ഒക്കെയാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും തന്നെ സ്പോട്ട് ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടാണ് വീടിന്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു നല്ല ഏരിയയിൽ തന്നെയാണ് ഈ കാണുന്ന 2 വീടുകളും സെയിലിനായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നിരനിരയായി 2 സൈഡിലായിട്ടാണ് വില്ലകൾ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് നമ്മളിത് പരിചയപ്പെടുത്തുന്നത് 2 വീടുകളും വരുന്നത്. നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കാർപോർച്ച് കാണാം. കാർപോർച്ച് കൂടാതെ ബാക്കിയുള്ള മുറ്റത്തിന് വരുന്ന എല്ലാ ഏരിയകളും തന്നെ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. അതിനിടയിലെല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരമൊക്കെ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു, മെയിൻ റോഡിലേക്ക് ബസ് റൂട്ടിലേക്ക് 700 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വെറും 4 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. നിങ്ങൾക്ക് എടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ദൂരം അറിയണമെങ്കിൽ 14 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 15 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. എയർപോർട്ടിലേക്ക് ഇവിടുന്ന് നമുക്ക് പെട്ടെന്ന് എത്താൻ വെറും 17 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ കാണുന്ന 2 വില്ലകളും ചെയ്തിരിക്കുന്നത് 3.9 സെന്റ് ലാൻഡിലാണ്. 4 സെന്റിനടുത്താണ് ലാൻഡ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 1850 സ്ക്വയർ ഫീറ്റ് ആണ്. 4 ബെഡ്റൂമുകളായി ചെയ്തിരിക്കുന്ന ഈ വീടിന് റേറ്റ് വളരെ കുറവാണ്. റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണുക. ഇവിടുത്തെ കാർ പോർച്ച് കണ്ടു. ഇവിടെ നമുക്ക് ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ കാണുന്ന ഏരിയയിൽ നമുക്കൊരു ചെറിയ കാറ് കൂടി പാർക്ക് ചെയ്യാം. ടോട്ടൽ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെ നല്ലൊരു കിണർ കൊടുത്തിട്ടുണ്ട്. ചെങ്കല്ലിന്റെ വെള്ളമാണ്, നല്ല വാട്ടറാണ്, ഞാൻ എടുത്തു പറയുന്നില്ല. മറ്റൊരു ഓപ്ഷൻ നമുക്കുള്ളത്, ഓൾറെഡി ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ കൂടിയുണ്ട്, KWയുടെ. 2 വെള്ളവും നമുക്ക് അവൈലബിൾ ആണ്. വീടിന് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു സൈഡ് ചേർന്ന് എൻഡ് ചെയ്യുന്നത് ആ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അപ്പൊ അത്യാവശ്യത്തിന് 2 സൈഡിലൂടെയും ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് വീടിന്റെ 2 സൈഡും ചെയ്തിരിക്കുന്നത്. സെയിം ടൈം നമുക്ക് വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ, അതായത് കാർ പോർച്ചിന്റെ സൈഡിലൂടെ പോകുമ്പോൾ പോർച്ചിന്റെ ആ പില്ലർ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ സൈഡിലൂടെ ബാക്കിലേക്ക് പോകുമ്പോൾ വേറൊരു ടൈപ്പ് ഓഫ് ടൈലാണ് അവിടെ വിരിച്ചിരിക്കുന്നത്. ആ വഴി ചെന്ന് എൻഡ് ചെയ്യുന്നത് വർക്ക് ഏരിയ ആണ്. ഇനി നമുക്ക് നേരെ വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് വരാം. സിറ്റ് ഔട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു ചെറിയ സിറ്റ് ഔട്ട് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഒരു ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിനകത്ത് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. ഒറ്റപ്പാളിയിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആഞ്ഞിലയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് വുഡൻ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ ഫേസ് ചെയ്യുന്നത് ഈസ്റ്റിലേക്കാണ്. കിഴക്ക് ഭാഗത്തേക്കാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഡോർ തുറന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. നേരെ വരുമ്പോൾ ഫ്ലോർ നോക്കുവാണെങ്കിൽ നല്ല നീളത്തിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓഫ് വൈറ്റ് കളറിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊരു ചെറിയ സിക്സാക് ഡിസൈൻ വരുന്ന ഒരു മോഡലും കൂടിയാണ് ടൈൽ വന്നിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ 3 വിൻഡോസ് വിസിബിൾ ആണ്. അതുകൂടാതെ ഈ ഭാഗത്തായിട്ടുമാണ് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. മൾട്ടിവുഡിലാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്.
TV യൂണിറ്റ് വെച്ചിരിക്കുന്ന ആ ഒരു വോൾ നോക്കിയാൽ നല്ല ഡിസൈൻ ഒക്കെ ആയിട്ടുള്ള ഒരു വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റികളോടും കൂടിയിട്ടാണ്. താഴെയൊക്കെ ആണെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാവുന്ന ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് തന്നെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ആ ഒരു ഏരിയ മനോഹരമാക്കിയിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള വുഡൻ പാനലിങ്ങുകളൊക്കെ ചെയ്തിട്ട് ചുറ്റിനും LED സ്ട്രിപ്സും LED ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഹെവി ആയിട്ടുള്ള വർക്കുകളാണ് റൂഫിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ആ സമയത്ത് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒരു വുഡൻ പാർട്ടീഷൻ കിട്ടുന്നുണ്ട്. അതും ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ്. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഈ എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് ആ സെയിം മൾട്ടിവുഡിന്റെ വർക്കുകൾ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തു വരുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നേരെ ഒരു ഷോക്കേസ് ഫെസിലിറ്റി അവിടെ കാണാം. അത് ഒരു വുഡൻ മേക്ക് തന്നെയാണ്. അതിനകത്തൊക്കെ ആണെങ്കിൽ ഗ്ലാസ് പാർട്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു 5 പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ലെങ്ത് വൈസ് നോക്കുവാണെങ്കിൽ നമുക്കൊരു 8 പേരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാം. ഈ വിഡ്ത് സ്പേസ് ആണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ഭാഗത്ത് മാത്രമാണെങ്കിൽ നമുക്കൊരു 4-5 പേരെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിലും കാണാം നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം ഈ വരുന്ന ഏരിയ എല്ലാം മൾട്ടിവുഡ് കൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഇവിടെ 2 ഓപ്പൺ ചെയ്യാവുന്ന ഡോറുകളൊക്കെ വെച്ചിട്ടാണ് ഒരു ഷെൽഫ് ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്തായിട്ട് നമുക്ക് ഇൻവെർട്ടേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാം. ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. സെറയുടെയാണ് ഫിറ്റിംഗ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ടൈലുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത മൾട്ടിവുഡിന്റെ ഒരു കേജിനകത്താണ്. അതിന് താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഷെൽഫ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നത്. ഈ ഒരു വീട്ടിൽ നമുക്ക് ടോട്ടൽ 4 ബെഡ്റൂമുകളാണ് വരുന്നത്. അതിനകത്ത് 2 എണ്ണം താഴെയും 2 എണ്ണം മുകളിലുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്താണ് കിച്ചൺ വരുന്നത്. കിച്ചണിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് കണ്ടിട്ട് വരാം. നമ്മൾ വന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ലിവിംഗ് സ്പേസിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഒരു ചെറിയ ബെഡ്റൂമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 10x8 10-8 ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്കൊരു വോൾ വിസിബിൾ ആണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു വാൾപേപ്പർ ആണ് ഒട്ടിച്ചിരിക്കുന്നത്. 2 വിൻഡോസ് നമുക്ക് അവിടെ വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിലും അത്യാവശ്യത്തിന് നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്ത് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയ വാർഡ്രോബ് കിട്ടുന്നുണ്ട്. 3 ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന മൾട്ടിവുഡിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു ചെറിയ റൂമിൽ സൂട്ട് ആവുന്ന രീതിയിൽ ചെറിയൊരു ബാത്റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സെറയുടെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. ബാത്റൂമിനകത്തെല്ലാം ഒരു ഓഫ് വൈറ്റ് ആൻഡ് ലൈറ്റ് ഗ്രേ ഷെയ്ഡിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ ഒരു ഹാളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണ് നമുക്ക് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂം കിട്ടുന്നത്. ബെഡ്റൂമിന്റെ ഒക്കെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഈ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇത് അത്യാവശ്യം നല്ലൊരു വലിയ ബെഡ്റൂം ആണ്. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14x10 14-10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്കൊരു വലിയ വോള് കാണാം. നല്ല ഭംഗിയായിട്ട് തന്നെ കളർഫുൾ ആയിട്ട് ഒരു യെല്ലോ ഷെയ്ഡിലുള്ള വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് 2 വിൻഡോസും അവിടെ 2 വിൻഡോസും ആയിട്ടാണ് കിട്ടുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. മൾട്ടിവുഡിൽ തന്നെ ആ ഒരു വുഡൻ കളർ അതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു മിറർ വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിലും അത്യാവശ്യത്തിനുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഓഫ് വൈറ്റ് ആൻഡ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം എല്ലായിടത്തും സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ബാത്റൂം വരുന്നത്. അത്യാവശ്യത്തിന് ലെങ്ത് ഒക്കെ ഉള്ള ഒരു ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 2 ബെഡ്റൂമുകൾ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഈ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് മൾട്ടിവുഡ് കൊണ്ടാണ് എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയൊക്കെ CNC കട്ടിങ് വരുന്നുണ്ട്. അതിനിടയിലെല്ലാം തന്നെ ഭംഗിയായിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. ഗ്ലാസിന്റെ ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ആണെങ്കിലും ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. ഈ ഒരു ഓപ്പൺ കൗണ്ടറിൽ വന്നിട്ട് ഹാങ് ചെയ്തിരിക്കുന്ന 2 ഭംഗിയുള്ള ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിനകത്തേക്ക് കയറുമ്പോൾ ടൈലിന് ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. ഒരു വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ ഗോൾഡൻ ആൻഡ് വൈറ്റ് കളറിലുള്ള കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വരികയാണെങ്കിൽ ഒരു വൈറ്റ് ആൻഡ് ലൈറ്റ് പീച്ച് കളറുമാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ്. നമുക്കിവിടെ ഒരു ചിമ്മിണി ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലും താഴെയും ഏറ്റവും താഴെയായിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 2 ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ വിൻഡോസ് വരുന്നത്. ഇവിടെ 2 എണ്ണവും ഇവിടെ 2 എണ്ണവും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
കിച്ചണിന്റെ റൂഫിലാണെങ്കിലും അത്യാവശ്യത്തിനുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ സ്പേസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ടോപ്പ് സ്ലാബ് വന്നിട്ട് ഗ്രാനൈറ്റിലും സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സൈഡെല്ലാം തന്നെ മുകളിലൊക്കെ പോളികാർബൺ ഷീറ്റ് ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷനും കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുമ്പോൾ സ്റ്റെപ്സ് എല്ലാം തന്നെ ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. വരുന്ന വഴികളിലെല്ലാം ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽസ് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബാറുകൾ ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലായിട്ട് വിൻഡോസ് കാണാം. മൂന്ന് വിൻഡോസ് വെച്ചിട്ടാണ് രണ്ട് സൈഡിലായിട്ടും ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ കയറി വരുന്ന വലിയൊരു ഹാളിലേക്കാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു വലിയ ഹാളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. TV യൂണിറ്റ് എല്ലാം അതിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെ കണ്ട സെയിം വാൾപേപ്പർ വരുന്നുണ്ട്. അതുകൂടാതെ ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് ചെയ്യാവുന്ന ഷെൽഫുകളും ഒക്കെ ആയിട്ടാണ് മൾട്ടിവുഡിൽ TV വെക്കാനുള്ള സ്പേസ് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്ക് ഇവിടെ ഒരു വാഷ് ബേസിനും കൂടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വിത്ത് മിററോട് കൂടിയിട്ടാണ് ഈ ഒരു ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് അവിടെ തുടങ്ങി സ്റ്റാർട്ടിങ് തുടങ്ങി കംപ്ലീറ്റ് ആയിട്ട് തന്നെ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വർക്കുകളല്ല, ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് കടന്നു വന്ന സമയത്ത് നമുക്ക് ഇവിടെ ഫസ്റ്റ് ഡോർ എന്താണെന്നുള്ളത് നോക്കാം. ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ ആണ് ആദ്യം തുറക്കുന്ന ഈ ഒരു ഡോർ കാണുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫുള്ളി മുകളിലും സൈഡിലും എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് നിങ്ങൾക്ക് വിസിബിൾ ആണ്. അത് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനായിട്ട് ഇവിടെയാണ് നമുക്ക് അറേഞ്ച്മെന്റ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇതൊരു 4 BHK വീടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു, മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ആദ്യത്തെ ബെഡ്റൂം നോക്കാം. ഡോറിന്റെ പാറ്റേൺ ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. വളരെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14x11 14x11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ ഇവിടെ ഒരു വലിയ വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് യെല്ലോ കളറിൽ ഡിസൈൻ വരുന്ന വാൾപേപ്പർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ആ ഒരു ഭാഗത്ത് മൾട്ടിവുഡ് കൊണ്ട് ആ ഒരു വുഡൻ കളർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ വർക്കുകൾ വരുന്നുണ്ട്. LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ചുറ്റിനും നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഈ മെയിൻ വാർഡ്രോബ് കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് അഡീഷണൽ ആയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. ഇവിടെ വിത്ത് മിററോട് കൂടിയിട്ടാണ് ഈ ഒരു ഫെസിലിറ്റി ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലും ഷെൽഫുകൾ വരുന്നുണ്ട്. താഴെ ഭാഗത്ത് ഇതുപോലെ ക്ലോസ് ചെയ്യാവുന്ന ഷെൽഫുകളൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഒരു ബ്രൗൺ കളറിലും വൈറ്റ് കോമ്പിനേഷനും കൂടെ വരുന്ന കുറച്ച് ലീഫിന്റെ ഡിസൈൻ ഒക്കെ വരുന്ന നല്ലൊരു ടൈല് തന്നെയാണ് ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞു. നമുക്കിനി ഇവിടെ കാണേണ്ടത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ്. ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും ഈ ഒരു ഹാളിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ബെഡ്റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഏറ്റവും സൈസ് കൂടിയ ഒരു ബെഡ്റൂം നമുക്ക് ഇതാണെന്ന് പറയാം. ലെങ്ത് വൈസ് ഒക്കെ നല്ല നീളത്തിലാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 15x10 15x10 ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനുള്ള വാൾപേപ്പർ ആണ് ഒട്ടിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ ഈ ഭാഗത്തുമാണ് 3 വിൻഡോസ് വരുന്നത്. റൂഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വർക്കുകൾ വരുന്നുണ്ട്. LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. മിററോട് കൂടിയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി വരുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഡോറിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ഒരു ബ്രൗൺ ആൻഡ് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഡിസൈനുകളൊക്കെ വരുന്ന ടൈലാണ്. അത്യാവശ്യത്തിനൊരു വലിയ ബാത്റൂം തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വീട്ടിൽ കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ആണ്. ഈ ഒരു ഭാഗത്തായി നമ്മൾ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹാളിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. നമുക്ക് സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി കിട്ടുന്നുണ്ട്. മാത്രമല്ല ബാൽക്കണിയുടെ ആ ഒരു ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ തന്നെയാണ് സേഫ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട 2 വീടുകളാണ്. നമുക്ക് 10ഓളം വില്ലകൾ വരുന്ന വില്ല പ്രൊജക്ടിനകത്ത് 2 വീടുകളും കൂടിയാണ് സെയിലിനായിട്ടുള്ളത്. ഈ കാണുന്ന വില്ലകൾ മെയിൻ റോഡിൽ നിന്ന് ബസ് റോഡിൽ നിന്ന് വെറും 700 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. എറണാകുളം ജില്ലയിൽ കാക്കനാട് പെരുമ്പാവൂർ റൂട്ടിലാണ് ഈ കാണുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. എക്സാക്ട് സ്ഥലത്തിന്റെ പേര് പറഞ്ഞാൽ ബാവപ്പടി എന്നാണ് പറയുന്നത്. ഇതിന്റെ ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 3.9 സെന്റിലാണ് ഈ കാണുന്ന 2 വില്ലകളും ചെയ്തിരിക്കുന്നത്. ഇതൊരു 4 BHK ഹൗസ് ആണ്. 1850 1850 സ്ക്വയർ ഫീറ്റ് വരുന്നത്. 4 ബെഡ്റൂമുകളിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. വെള്ളത്തിനായിട്ട് ഓൾറെഡി ഇവിടെ കിണറുണ്ട്. അതുകൂടാതെ KWയുടെ വാട്ടർ കണക്ഷൻ കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. റോഡിന് വളരെ അടുത്താണ്. നല്ലൊരു കമ്മ്യൂണിറ്റിയിലാണ്. ഈ കാണുന്ന വില്ലകൾക്ക് ഉദ്ദേശിക്കുന്ന പ്രൈസ് 68 ലക്ഷം രൂപയാണ്. 68 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ വീടുകൾ ലോൺ ഫെസിലിറ്റികളിൽ സ്വന്തമാക്കാവുന്നതാണ്.
മാർബിൾ ഹോംസിന്റെ ഡിസ്കൗണ്ട് പ്രൈസും കൂടി ഇട്ടിട്ട് നല്ലൊരു റേറ്റിൽ ഇത് സ്വന്തമാക്കാവുന്നതാണ്. ഈ വീടുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരും കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീഡിയോകൾ ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനടുത്തുള്ള ബട്ടൺ കൂടി ദയവായിട്ട് എനേബിൾ ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതുകൂടി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് മാർബിൾ ഹോംസിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു മനോഹരമായ വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.